വലിയ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിരിക്കുകയാണ്. മേയർക്കും ഡ്രൈവർക്കും ഇരട്ട നീതിയോ? മെമ്മറി കാർഡ് കാണാതായതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മേയറും കെ.എസ്.ആർ.ടി.സി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ ബസ്സിനുള്ളിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതായതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മേയറുടെ ഭർത്താവും MLA-യുമായ സച്ചിൻ ദേവ് ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെ ഇറക്കിവിട്ടെന്ന ആരോപണം നിലനിൽക്കെയാണ് മെമ്മറി കാർഡ് അപ്രത്യക്ഷമായത്. ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ തങ്ങളുടെ വാദങ്ങൾ പൊളിയുമെന്ന ആശങ്കയിൽ മെമ്മറി കാർഡ് ബോധപൂർവം എടുത്തു മാറ്റുകയും നശിപ്പിക്കുകയും ചെയ്തതായി സംശയമുണ്ട്. കേസിൽ നിർണായക തെളിവാകുമായിരുന്ന മെമ്മറി കാർഡ് അപ്രത്യക്ഷമായതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നും വി.ഡി. സതീശൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മേയറും MLA-യും സംഘവും നടത്തിയ നിയമലംഘനങ്ങളിൽ കേസെടുക്കാത്തത് അംഗീകരിക്കാനാകില്ല. ഒരാളുടെ പരാതിയിൽ കേസെടുക്കുകയും മറുഭാഗത്തിന്റെ പരാതി തള്ളിക്കളയുകയും ചെയ്യുന്നത് ഇരട്ട നീതിയാണ്. ഈ സംഭവത്തിൽ പോലീസിനും KSRTC മാനേജ്മെന്റിനും ഗുരുതരമായ വീഴ്ച പറ്റിയെന്നും സതീശൻ പറഞ്ഞു. നഗരമധ്യത്തിൽ കാർ ബസ്സിന് കുറുകെയിട്ട് 15ഓളം യാത്രക്കാരെ നടു റോഡിൽ ഇറക്കിവിട്ടിട്ടും KSRTC അധികൃതർ പ്രതികരിച്ചില്ല. യാത്രക്കാരോട് KSRTCക്ക് ഒരു ഉത്തരവാദിത്വവുമില്ലേ? ബസ്സിന്റെ ട്രിപ്പ് മുടക്കിയിട്ടും പോലീസിൽ പരാതി നൽകിയില്ല. ഒരു സാധാരണക്കാരൻ ഇങ്ങനെ ചെയ്താലും ഇതാണോ KSRTCയുടെ സമീപനം? അതോ മേയർക്കും MLA-യ്ക്കും എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ടോ? മേയർക്കും സംഘത്തിനുമെതിരെ പരാതി നൽകാതെ ആരുടെ താല്പര്യമാണ് KSRTC സംരക്ഷിക്കുന്നതെന്നും സതീശൻ ചോദിച്ചു. മേയറും സംഘവും ബസ് തടഞ്ഞെന്ന CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തത്? ജനകീയ സമരങ്ങളുടെ ഭാഗമായി ബസ് തടഞ്ഞാൽ പോലും കേസെടുക്കുന്ന കേരള പോലീസ് മേയറെയും MLA-യും കണ്ട് വിറച്ചതാണോ? അതോ കേസെടുക്കേണ്ടെന്ന മുകളിൽ നിന്ന് നിർദ്ദേശമുണ്ടോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു.